ഹായ് ഫ്രണ്ട്സ്, ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്ലിംഗ് ഷോട്ട് അടിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലിംഗ് ഷോട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻ ഇപ്പോൾ ഇന്ന് കലക്കലിറങ്ങിയത് കൊണ്ട് ഇനി തെളിഞ്ഞാലേ മീൻ അടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിന്ന് സ്ലിംഗ് ഷോട്ട് അടിക്കാനായിട്ട് ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി തെളിച്ചുണ്ട്, അത്യാവശ്യം തെളിച്ചുണ്ട്. ഏറ്റവും ഉറക്കമുള്ള ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മീനിനെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ കരിമീനാണ് നിൽക്കുന്നത്. ഒന്ന് കണ്ടു, ഒന്ന് കൊടുത്ത് നോക്കി. ഡാർട്ട് കറക്റ്റ് ഹൂക്കാവാത്തതുകൊണ്ട് തന്നെ അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മീനിനെ നമ്മൾ അതിനെ കണ്ടു നമ്മൾ എയിം ചെയ്ത് വയ്ക്കുകയാണ്. എയിം ചെയ്ത് കണ്ടു, അതിനെ ഇനി ഒന്ന് അടിച്ച് നോക്കട്ടെ. സംഭവം സിലോപ്പിയാണ്, ഒരിടത്ത് തങ്ങി നിൽക്കുന്നില്ല. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ സിലോപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് അനക്കം തട്ടിയാൽ കൂട്ടത്തോടെ എല്ലാം കൂടെ താഴോട്ട് ഓടിക്കളയും. താഴോട്ട് ഓടിയാൽ പിന്നെ കിട്ടത്തുമില്ല. നമ്മളങ്ങനെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ പാടത്തിന് മണ്ടയിൽ കയറി ഒന്ന് നോക്കിയപ്പോൾ അവിടെ നിൽപ്പുണ്ടത്. അപ്പോൾ നമ്മൾ ലോക്കെല്ലാം ചെക്ക് ചെയ്തു. നമ്മൾ ലോക്കെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഒന്നുകൂടെ അടിക്കാൻ. നമ്മൾ അടിക്കുന്നതിന് മുമ്പ് എത്ര ചെക്ക് ചെയ്താലും ഒരിക്കൽ കൂടെ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. അടി കൊണ്ടിട്ടുണ്ട്, മീനിന് കറക്റ്റായിട്ട് അടി അതിൻ്റെ പുറത്ത് കൊണ്ടു. അത് ഹൂക്കായി നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇനി എങ്ങനെയും ഇനി മേളിൽ കയറണം. കാരണം വെച്ചാൽ ഈ പാടത്തിലിട്ട് അടിച്ചുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊക്കി എടുക്കുന്ന സമയത്ത് ഇത് നല്ല ഫൈറ്റ് എടുത്ത് താഴോട്ട് ഓടി കയറുകയാണെങ്കിൽ, അതിൻ്റെ അടിയിലോട്ട് ഓടി കയറുകയാണെങ്കിൽ റൈഡ് എറിഞ്ഞ് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ പയ്യെ കളിപ്പിച്ച് അങ്ങനെ കയറ്റി ഒറ്റ സ്പീഡിന് എടുക്കാനും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഓടി കയറി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, റൈഡ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീനും പോവും ഡാർട്ടും പോവും. മീൻ പോയാലും കുഴപ്പമില്ല. ഒരു ഡാർട്ടിൻ്റെ വില ഏകദേശം 300-350 രൂപയാണ്. ഒരു ഡാർട്ട് പോയാൽ ഇറങ്ങി എടുക്കാനും പറ്റത്തില്ല. മിക്കതും നമ്മൾ മാഗ്നറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് മിക്ക ഡാർട്ടുകളും. പക്ഷേ ഇത് എടുക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. കാരണം വെച്ചാൽ അത്ര അത്യാവശ്യം ചവറുണ്ട്, കച്ചറകളുണ്ട് ഇവിടെ. അങ്ങനെ അതിനെ നമ്മൾ പാടത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ദാ തൂക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു സൈസുള്ള സിലോപ്പി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അടി കറക്റ്റ് എൻ്റെ വാലിൻ്റെ തൊട്ട് മേളിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് അത്രയും നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനെ എടുത്തു. നമ്മളിങ്ങനെ കരയിലോട്ട് ഇട്ടതിന് ശേഷം ഇവിടുത്തെ മീനെല്ലാം വീണ് താഴോട്ട് ഓടി. നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വന്നു. ഇവിടെ ഒരു അനക്കം തട്ടിയ മേളിലോട്ടും താഴോട്ട് ഓടി കളിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ താഴെ ഇപ്പോൾ അടി കൊണ്ട സ്ഥലത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡ് കയറി വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു സിലോപ്പി ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ നമ്മൾ അടിക്കാനായിട്ട് വന്നു. വേലിയും പൊത്തിയാടി വേലിയിൽ അപ്പുറത്തു നിന്നാണ് നോക്കിയപ്പോഴത്തേക്ക് കണ്ടു അതിനെ ഒരു അടി കൊടുത്തിട്ടുണ്ട്. അത് ഹൂക്കായി എന്ന് തോന്നുന്നു. ആ ഹൂക്കായിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കിട്ടേണ്ടത് തന്നെയാണ്. ഏകദേശം ഒരു ½ kg മേളിൽ എന്തായാലും ഉണ്ടാകും. ഈ മീനിൻ്റെ ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കണക്കല്ല, വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫൈറ്റ് അത്രയും ടഫായിരിക്കും, നമുക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മച്ചാന്മാരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ ഓരോ പടി വിജയവും നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെകളിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒരു സിലോപ്പിനെ തന്നെയാണ് കണ്ടേക്കുന്നത്. സിലോപ്പിനെ കണ്ടു, അതിനെ നോക്കി കറക്റ്റായിട്ട് എയിം ചെയ്ത് ഒരു അടി കൊടുത്തു. കാരണം വെച്ചാൽ നമ്മൾ ഈ പോയിട്ട് പിന്നെ ഈവനിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്നവിടെ തന്നെ 2 പ്രാവശ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് വന്നപ്പോഴത്തേക്ക് ഏറ്റ സമയം മീനെല്ലാം കൂടെ കയറി വന്ന സമയത്താണ് നമ്മൾ കണ്ടത്. അടി കൊടുത്തിട്ടുണ്ട്. അതിനെ എടുത്ത് നമ്മൾ അതിനെ കരയിലോട്ട് പയ്യെ തൂക്കി കയറ്റി എടുത്തിട്ടുണ്ട്. അതൊന്നും അത്യാവശ്യം തരക്കേട്ടുള്ള സിലോപ്പികൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതല്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴെ വന്നപ്പോഴത്തേക്ക് ഒരു ചേറൻ നിൽക്കുന്നുണ്ട്, ചേറിൻ്റെ കുട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നോക്കി അത്യാവശ്യം എന്തായാലും ഒരു ½ kg മേളിൽ വരും. നമ്മൾ അടിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ പുറത്ത് കൊണ്ട് അത് ഫൈറ്റ് എടുക്കുന്നുണ്ട്. മിക്ക ചവറിൻ്റെ ഇടയ്ക്കും കയറി, എല്ലാ ചവറിൻ്റെ ഇടയ്ക്കും കയറി അത് അലമ്പായിട്ടാണ് വരുന്നത്. എന്നാലും നമ്മൾ അതിനെ വിടത്തില്ല. പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് ശ്രമിച്ച്, പക്ഷെ അത് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ശ്യാം ചേട്ടനാണ് കൂടെയുള്ളത്. നമുക്ക് വീഡിയോ എടുക്കാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ളത്. നമ്മളതിനെ കരയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ എടുക്കുക, കൊണ്ടുവന്ന് പിടിക്കുക, അറുത്ത് എഴുതുക, പൊരിക്കുക. ഇതാണ് ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം. കിട്ടിയ ചെയർമീൻ ഇതാണ്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഗൈസ്, സീ യു.